ഇതിപ്പോ ഒരു യോഗം കോഡിലാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് തട്ടുകൂടാനുള്ള സ്ഥലമല്ലേ. പിന്നെ എല്ലാവരും താല്പര്യങ്ങളും കാര്യങ്ങളും എന്താന്നൊക്കെ എല്ലാവർക്കും നമുക്കറിയാം. അപ്പം അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ ആഗ്രഹിക്കണേല്. പക്ഷെ പാർട്ടി ഒരു കാര്യം തീരുമാനിക്കണത് കൃത്യമായിട്ട് അത് നടപ്പിൽ വരുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പം അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോൺ വേണം. എന്താണ്? അത് പറ്റില്ല. ഹലോ. ആ ഓ ഓ അതെ അല്ലേ? അതെ. ഓ അത് ശരി. ഓ ആയിക്കോട്ടെ. സന്തോഷം സന്തോഷം. ശരി ശരി. അതെ. ഓ ആ വർക്കോടങ്ങാല്ലേ? അതെ പറ്റേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറിയെ വിളിച്ചേ. വേറൊന്നല്ല, നമ്മുടെ പൊതുജന പാർട്ടിയിലെ നേതാവ് സത്യശീലൻ പാർട്ടി ഒഴിഞ്ഞ് ജനക്ഷേമ പാർട്ടിയിലേക്ക് വരാൻ സാധ്യത. അതാണ് ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി. നല്ല കാര്യമാണ്. ഈ സമയത്ത് നമുക്ക് ജയസാധ്യതയുണ്ട്. പാർട്ടി എന്തായാലും ഗുണം ചെയ്യും. അല്ല അപ്പൊ അങ്ങനെ ഒരാള് വേറൊരു പാർട്ടിയിൽ നിന്ന് നമ്മളിലേക്ക് വരുമ്പോ നമ്മൾ ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യാനുള്ള അല്ല, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് നമുക്ക് ഗുണം ചെയ്യും. അപ്പൊ ഇത്തവണ നമ്മുടെ സ്ഥാനാർത്ഥിത്വം എന്താണെന്നുള്ളത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം ഈ പൊതുജന പാർട്ടിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നമ്മുടെ ജനക്ഷേമ പാർട്ടിയിലേക്ക് വന്ന നേതാവായ സത്യശീലനായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥി എന്നുള്ള എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ ഞാൻ കാരണം സംസാരിക്കുന്ന ഈ തകരപ്പാട്ടിന് കണ്ടിട്ട് ആക്കുന്ന മാതിരിയാണ്. നിങ്ങൾ ഈ ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചറവറ ചോദിക്കല്ല, ഓരോരാളെ ചോദിക്ക്, അതിന് ഉത്തരം പറയും. അതാ ഈ പറഞ്ഞത്. ഇതിപ്പോ ഈ തകരപ്പാട്ടിൽ കല്ലിട്ട് അളക്കണ മാതിരി നിങ്ങൾ എല്ലാവരും കൂടി വെള്ളം ഉണ്ടാക്കി. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന്റെ ഭാഗമായാണ് താങ്കൾ പൊതുജന പാർട്ടി വിടാൻ കാരണമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത് എന്നെയാണ്. എന്നാൽ ആ സീറ്റ് ഞാൻ വേറൊരാൾക്ക് വേണ്ടി മാറിക്കൊടുത്തയാളാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യം എന്ത്? മാത്രമല്ല, ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന പൊതുജന പാർട്ടിയിൽ യാതൊരു തരത്തിലുള്ള ജനാധിപത്യവും ഇല്ല. ഒരാൾ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നിഷേധിക്കുക, പിന്നെ അടിച്ചമർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ടിയായിട്ടാണ് ഇതുവരെ എനിക്കത് ഫീൽ ചെയ്തത്. ഏതോ ജയിലിലാണ് ഞാൻ കിടക്കുന്നത് എന്നാണ് സത്യത്തിൽ എൻ്റെ ധാരണ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായും മാറി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇപ്പോൾ ഈ പാർട്ടിയെ വിശ്വസിക്കുന്നത്. നാളിതുവരെയായി ബദ്ധശത്രുക്കളായ രണ്ട് പാർട്ടിക്കാരായിരുന്നല്ലോ കോയയും സത്യശീലനും. ഇപ്പോൾ ഒന്നാകുക എന്ന് പറയുന്നത് ജനങ്ങളെ വിട്ടിയാക്കുന്നതിന് തുല്യമല്ലേ? അത് എന്ത് ചോദ്യമൊക്കെ ഈ ചോദിക്കണേ? അങ്ങനെ ഒരു ശത്രുതയും മിത്രമൊന്നും ഈ മറ്റേ ഇത് രാഷ്ട്രീയത്തിലില്ല. ആ കാര്യം ആദ്യം മനസ്സിലാക്കി. ആശയപരമായിട്ടുള്ള വിയോജിപ്പാണ് ഇപ്പോൾ നമുക്കിടയിലൊക്കെ ഉള്ളത്. അല്ല ഇപ്പോൾ ഇതിപ്പോൾ അങ്ങനെ കാലാകാലം ശത്രുവായിട്ട് തന്നെ അങ്ങനെ ജീവിക്കണം എന്നൊക്കെ വല്ല ആഗ്രഹങ്ങൾക്ക് ഉണ്ടോ? ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും രാഷ്ട്രീയമുണ്ടോ? എന്താ പേര്? മനു. ഏത് ചാനലിൽ? കൊക്ക ടി വി. ചോദിച്ചു. അല്ല, ആ ചോദ്യം എന്ത് ചോദ്യമാണത്? അല്ല, അത് എന്താ ചോദ്യം എന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവുന്നുള്ള ചോദ്യത്തിന് ഇവിടെ എന്താണ് പ്രസക്തി? കാരണം ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചൊക്കെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ. നിങ്ങൾക്കൊരു കോമൺ സെൻസെങ്കിലും വേണ്ട ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. ഈ ജാതി കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കണത്. ഇതൊന്നും ശരിയല്ല കേട്ടോ, ഈ ജാതി വർത്തമാനങ്ങൾ പറയാനും ഇതിന്റെ ഇപ്പൊ പറയുന്നില്ല, ഇത് പറയും. അമിത യാത്രാ നിരക്ക് മന്ത്രി ഇടപെട്ടപ്പോൾ ഓട്ടോ ഡ്രൈവർക്ക് 5000 രൂപ പിഴ. അത് നന്നായി. മന്ത്രിമാരിങ്ങനെ ഇറങ്ങണം. ആൾക്കാരുടെ ഇടയിലേക്ക് ഇവരൊക്കെ ഇറങ്ങിയാലേ പല കഷ്ടപ്പാടും അറിയാൻ പറ്റും. അതെ അതെ. പൊതുജന പാർട്ടി നേതാവ് സത്യശീലൻ രാജിവെച്ചു.
തൻ്റെ പാർട്ടിയിലെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് രാജിക്ക് കാരണമെന്ന് അദ്ദേഹം അറിയിച്ചു. തുടർന്നുള്ള പ്രവർത്തനം ജനക്ഷേമ പാർട്ടിയിലായിരിക്കുമെന്നും അദ്ദേഹം ഔദ്യോഗികമായി അറിയിച്ചു. എൻ്റെ മന്മതേട്ടാ, മെനഞ്ഞാന്ന് വരെ ഈ ജനക്ഷേമ പാർട്ടിക്കാരെ ചീത്ത വിളിച്ച് നടന്ന ആളാ സത്യശീലൻ. ഇപ്പൊ ഇടുന്ന അവർക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായേ. ഇന്നലെ ഉറക്കം എണീറ്റപ്പോൾ പെട്ടെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്ത്? അയാളെ പാർട്ടിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ഉണ്ടാവും എന്നുള്ളത്. അപ്പം പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ച് ഒരു 10:30 ആയപ്പോൾ അങ്ങ് തീരുമാനമെടുത്തു രാജിവെക്കാന്ന്. അതുവരെ അയാൾക്ക് ഒരു ബോധമില്ലായിരുന്നു, ഇത് അറിയില്ലായിരുന്നു. 10-15 കൊല്ലമായിട്ട് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവനെയൊക്കെ എന്ത് ചെയ്യാനെന്നാണ്. പത്രത്തിലുണ്ട് അങ്ങനെ രാവിലെ തോന്നിയ. എടാ പോടാ പത്രത്തിൽ. ഇനിയിപ്പോ കോയന്റെ പാർട്ടിയിൽ നിന്നിട്ട് സത്യശീലൻ പഴയ പാർട്ടീനെ സ്വന്തം പാർട്ടീനെ ചീത്ത പറയണ്ട. ഇപ്പൊ അത് പറയും, കണ്ടേ? അത് പറയണമല്ലോ. എന്താണോ മാനമില്ലാത്ത ആൾക്കാർ, എന്ത് മനുഷ്യന്മാരാണ്. എടാ നാണോ മാനോ ഉള്ളവനാണെങ്കിൽ എന്തേലും പണിക്ക് പോവും. ഒന്നീ തൂമ്പ എടുത്ത് കിളയ്ക്കാൻ പോവും, അല്ലെങ്കിൽ പിന്നെ പെയിന്റ് അടിക്കാൻ പോവും, അല്ലെങ്കിൽ വാർക്കപ്പണിക്ക് പോവും, അല്ലെങ്കിൽ കക്ക വാരാൻ പോവും, അല്ലെങ്കിൽ മണൽ വാരാൻ പോവും. ഇത് ഒന്നുമില്ലാത്ത എന്ത് ചെയ്യും? കക്കാൻ പോവും, പിടിച്ചു പറിക്കാൻ പോവും, അല്ലെങ്കിൽ വല്ല ഓൺലൈൻ തട്ടിപ്പിന് പോവും. ഇനി അതിനും കൊള്ളാത്തവൻ എന്ത് ചെയ്യും? ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പോവും, ഇങ്ങനെ പോവും. ഇതേ സ്വന്തം കാര്യം സിന്ദാബാദ്. ഇവനൊക്കെ ഉണ്ടല്ലോ, ഒരു മനുഷ്യനോടും കൂറില്ല, സ്വന്തം പാർട്ടിയോടില്ല, ജനങ്ങളോടില്ല, ഈ സ്ഥാനമാനങ്ങളോടും പിന്നെ അവൻ്റെയൊക്കെ കുടുംബങ്ങളോടും മാത്രമേ കൂറുള്ളൂ. അവനൊക്കെ വോട്ട് ചെയ്യാൻ പോണ ഈ നാറികൾക്ക് വോട്ട് ചെയ്യണം നമ്മളെ പറഞ്ഞാൽ. നമ്മുടെ പൊതുജന പാർട്ടിക്ക് നേരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പാർട്ടിയിലേക്ക് ജനക്ഷേമ പാർട്ടിയുടെ കരുത്തൻ, നമ്മുടെ പാർട്ടിക്ക് എന്നും വെല്ലുവിളിയായിരുന്ന ധീരനായ നേതാവ് ഇന്നു മുതൽ നമ്മുടെ പൊതുജന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമ്മളിലൊരുവനായി നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമുക്ക് പാരിജാതൻ എന്ന ഈ യുവ രാഷ്ട്രീയ നേതാവിനെ നമ്മുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാനധികം ദീർഘിക്കുന്നില്ല. ഇനി നമ്മളോട് 2 വാക്ക് നമ്മുടെ യുവ നേതാവ്, നമ്മുടെ പുതിയ നേതാവ് പാരിജാതൻ സംസാരിക്കും. ആദരണീയനായ പൊതുജന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, എത്രയും ബഹുമാന്യനായ സുഗതൻ സാർ, പൊതുജന പാർട്ടിയുടെ മഹിളാ വിങ്ങിൻ്റെ ഊർജ്ജസ്വലയായ പ്രവർത്തക മണ്ടോദരി മാഡം, പൊതുജന പാർട്ടിയുടെ ന്യൂനക്ഷേമ മുഖം മൊയ്തു സാർ, എത്രയും പ്രിയമുള്ള എൻ്റെ പുതിയ സഹപ്രവർത്തകർ.